ഹായ് ഫ്രണ്ട്സ്, എന്താ പറയുക? കേരള സാംസ്കാരിക ചരിത്രത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പൊയ് മുഖങ്ങൾ നമുക്ക് മുന്നിൽ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യമാണ്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇപ്പോഴും അവരുടെ അവകാശങ്ങൾ ഈ പുതിയ തലമുറയിലും നിഷേധിക്കപ്പെടുന്നു? പണ്ട് ഈ പറയുന്ന സിവിലൈസേഷനൊക്കെ നടന്ന സമയത്ത് സ്ത്രീകളെ അതായത് പുരുഷന്മാർ അടിമകളാക്കി വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിരിക്കാം. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിനുശേഷം ഒരു നിയമസംഹിത ഉണ്ടായി. ആ നിയമസംഹിത പ്രകാരം സ്ത്രീകൾക്ക് ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യപ്പെട്ട ഒരുപാട് നിയമ സാധ്യതകൾ നിലവിൽ വന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ, സമൂഹത്തിന്റെ മുമ്പിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതിന്റെ ഒരൊറ്റൊത്തരമേ ഉള്ളൂ, മെയിൽ ഡൊമിനന്റ് സൊസൈറ്റി അല്ലെങ്കിൽ പാട്രിയാർട്ടിക്കൽ മൈൻഡ് സെറ്റോട് കൂടിയുള്ള ഒരു സൊസൈറ്റി. അപ്പൊ എന്താണ് ഈ പാട്രിയാർട്ടിക്കൽ മൈൻഡ് സെറ്റ്? നമുക്കതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. ഒരു സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുമ്പോൾ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമല്ല ഇത്. അത് ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ അവന്റെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുകയാണ്, അവൻ അറിയാതെ തന്നെ. ഇല്ല, പോളിയോ മരുന്ന് കൊടുക്കത്തില്ലേ, കുഞ്ഞിന് അറിയത്തില്ല പോളിയോ കുടിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു മെന്റാലിറ്റി അവനിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെ? ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ ഒരു സാധാരണ ഒരു മൂവി കാണാൻ പോകുന്ന വെച്ചോ. ആ മൂവി കാണാൻ ചെല്ലുമ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്ന മൂവിയിലെ ക്യാരക്ടർ മോസ്റ്റ് ഓഫ് ദി ക്യാരക്ടേഴ്സും മെയിൽ ഡൊമിനൻസോട് കൂടിയ ക്യാരക്ടർ ആയിരിക്കും. ആ മെയിൽ ഡൊമിനൻസ് ആയിട്ടുള്ള ക്യാരക്ടർ മാക്സിമം ടൈമിലും സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവം? അവന്റെ മാനസികമായിട്ടുള്ള വളർച്ചയുടെ ഇടയ്ക്കാണ് അവൻ ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഈ സിനിമയിലൂടെ അവന്റെ ഒരു ഇല്യൂഷനായിട്ട് അവൻ ആ ഒരു മൈൻഡ് സെല്ലോട്ട് പോവുകയാണ്. സ്ത്രീകളെയൊക്കെ നമുക്ക് അടിച്ചമർത്താം, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ അണ്ടറിൽ നിൽക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു ഇല്യൂഷൻ അവന്റെ മനസ്സിലോട്ട്, അവന്റെ ഇന്നർ മൈൻഡിലോട്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു മാറ്റം. പിന്നെന്ന് പറഞ്ഞാൽ വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ പോയി താലി കെട്ടുക എന്നാണ് പറയുന്നത്. ഒരിക്കലും പുരുഷനെ താലി കെട്ടുന്നു എന്ന് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ എന്തോ സംഭവിക്കുന്നത്? താലി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചരടിലൂടെ ബന്ധിപ്പിക്കുക. ഒരു പശുവിനെ നമ്മൾ കെട്ടാൻ പോകുമ്പോൾ ഒരു കയറ് കെട്ടിയിട്ടല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപമയിലൂടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാടിലേക്ക് പോവാം. അപ്പോൾ അവന്റെ ആ പുരുഷന്റെ മനസ്സിൽ എന്താ വരുന്നത്? സ്ത്രീയെ ഞാൻ പോയി കെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരുന്നു എന്നുള്ളൊരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെ അവന്റെ മനസ്സിൽ ഈ പറയുന്ന പാട്രിയാർട്ടിക്കൽ മെന്റാലിറ്റിയുടെ കടന്നു വന്നതിന് ശേഷം അവന്റെ മനസ്സിലേക്ക് വീണ്ടും വളരുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പറയുന്ന സ്ത്രീകൾ ഈ പറയുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പല പോസ്റ്റുകളും, വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള പല പോസ്റ്റുകളും അവരിടുമ്പോൾ ആ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകും നമ്മുടെ സമൂഹം മെന്റലി എത്രയോ ഡൗൺഗ്രേഡ് ആയിട്ടുള്ള സമൂഹമാണ്. അതിന് വളരെ വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ് കേട്ടോ. എഡ്യൂക്കേഷനിലൂടെ, കാരണം ഒരു സമൂഹത്തിന് ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അറിവ് ഉണ്ടായിരിക്കണം. അറിവ് എവിടെയാണ് കിട്ടുന്നത്? ഈ സൊസൈറ്റി പരമായിട്ടുള്ള ഭാഗത്തു കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സൊസൈറ്റി എപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ആ സൊസൈറ്റിയിലേക്ക് ഈ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എത്തിയെങ്കിൽ മാത്രമേ ഈ സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആവത്തുള്ളൂ. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് മാത്രമേ ഈ പറയുന്ന ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ദിശാബോധം, അതായത് നല്ല രീതിയിലുള്ള ദിശാബോധത്തെ നിയന്ത്രിക്കാൻ, അവർക്ക് ആ ഒരു ദിശാബോധം വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ടു മേക്ക് എ ഹ്യൂമൻസ് ബിഹേവിയർ ഇൻ എ റൈറ്റ് വേ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പാട്രിയാർട്ടിക്കൽ മെന്റാലിറ്റി മാറണമെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് ഇപ്പോൾ 10 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ, കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു മെന്റാലിറ്റി മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അമ്മയും പെങ്ങളും സ്ത്രീകളും എല്ലാം വരാൻ പോകുന്ന മക്കളും എല്ലാവരും സമൂഹത്തിൽ സുരക്ഷിതരായിട്ടിരിക്കത്തുള്ളൂ. എഡ്യൂക്കേഷൻ, ഈ മെന്റാലിറ്റി എന്ന് പറയുന്ന സംഭവം മാറാത്തത്തോളം കാലം ഏതൊരു ഇരുട്ടിന്റെ മറവിലും ഒരുപാട് മെയിൽ ക്രിമിനൽസ്, ക്രൈം ചെയ്യാൻ വേണ്ടിയുള്ള പെർപെട്രേറ്റേഴ്സ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ പെട്ടു കഴിഞ്ഞാൽ ഇന്നും നാളെയും നിർഭയ പോലുള്ള കേസുകൾ സംഭവിക്കാം. ഇപ്പോൾ കൊൽക്കത്തയിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതെല്ലാം മാറട്ടെ. നല്ല മാറ്റത്തിന് വേണ്ടി നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു വെപ്പണെ മുന്നോട്ട് കൊണ്ടുപോകാം. അത് മാത്രമേ പറ്റാൻ പറ്റുള്ളൂ.